ഹായ് ഹലോ. ഇനി നമ്മൾ കർക്കിടക സ്പെഷ്യൽ മുള്ള് തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന തൊട്ടാവാടി മുള്ള്, തൊട്ടാവാടി ചെടി സമൂലം എടുത്ത് അതിനെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറമ്പിൽ കാണുന്ന തൊട്ടാവാടി ചെടി പറിച്ചെടുത്ത് വേരോടുകൂടി പറിച്ചെടുത്ത് അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം അതിനെ നല്ലതുപോലെ ഒലച്ച് നല്ലപോലെ വെള്ളത്തിൽ ഭംഗിയായിട്ട് അതിൻ്റെ മണ്ണ് മൊത്തം പോത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിന് പൊതുവെ മുള്ള് കഞ്ഞി എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ കരിപ്പട്ടിയൊക്കെ ചേർത്തൊരു പായസം പോലാണ് വെക്കുന്നത്. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തൊട്ടാവാടി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് ലേശം വെള്ളം ഒഴിക്കാൻ, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സത്തിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നതുകൊണ്ട് ആവശ്യത്തിന്, അതായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് അതിനകത്തിൽ സത്ത് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത് മുള്ളിൻ്റെ വെള്ളം സത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പായസം വെക്കുന്ന നമ്മുടെ ഉണക്കലരി ഇതിനകത്തോട്ട് കഴുകി വാരി വെച്ചേക്കുവാണ്, അതിട്ട് കൊടുക്കും. ഈ മുള്ളിൻ്റെ ഈ സത്ത് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അരി നമ്മൾ ഈ മുള്ളിൻ്റെ ഈ സത്തിലേക്ക് കഴുകിയത് ഇടുവാണ്. 1/2 കിലോ അരിയാണ് നമ്മൾ ഈ മുള്ള് കഞ്ഞിക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. 1.5 സ്പൂൺ ഉലുവ കുതിർത്തത് നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കുവാണ്. നമ്മൾ ഉലുവ, ഉണക്കലരി എല്ലാം കൂടി ഈ മുള്ള് വെള്ളത്തിൽ കിടന്ന് നല്ല ഉണക്കൊന്ന് വേവട്ടെ. അരി ഉലുവ ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. വേവുന്നത് വരെ നമുക്ക്, വൃത്തിയായിട്ട് വേവുന്നത് വരെ നമുക്ക് ഇത് വേവിച്ച് എടുക്കാം. നമ്മളിതിലേക്ക് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ അരിക്ക് 1/2 കിലോ കരിപ്പട്ടി എന്നാണ് കണക്ക്. ഈ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, മധുരമൊക്കെ കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1/2 കിലോ അരിക്ക് 1/2 കിലോ കരിപ്പട്ടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയരിയൊക്കെ നല്ലോണക്ക് വെന്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ 2-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പം നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ല ഉണക്ക് നമ്മുടെ ഈ മരുന്ന് കഞ്ഞി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച ജീരകവും ചുക്കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. ചുക്കും ജീരകം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഈ സമയത്തൊക്കെ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലോണക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിക്കുകയാണ്. നമ്മൾ ഒരു തേങ്ങയുടെ ആദ്യത്തെ 1-ാം പാൽ ഇതിനകത്തോട്ട് നല്ലോണക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ച് നല്ലോണക്ക് തിളപ്പിച്ചിട്ട് നെയ്യ് ഒഴിച്ച് നമുക്കിത് വാങ്ങി വെക്കാം. 1-ാം പാൽ ഒഴിച്ച് നമ്മൾ നല്ലോണക്കൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് നെയ്യോടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് വാങ്ങി വെക്കാം. ആവശ്യത്തിന് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കി നമുക്കിത് വാങ്ങി വെക്കാം. നമ്മുടെ കഞ്ഞി ഏകദേശം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മെഡിസിനൽ വാല്യൂ ഉള്ളതായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്കിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മരുന്ന് കഞ്ഞി തയ്യാറായിട്ടുണ്ട്.